2025 ഒരു വാർത്ത ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട്. മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തയാണ്. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: 1.5 പതിറ്റാണ്ടിനിടെ കേരളം വളർന്നു 3.5 മടങ്ങോളം എന്നതാണ് ഹെഡിങ്. അങ്ങ് നോക്കണം ആ വാർത്ത. അതായത് 2011-12 കാലഘട്ടത്തിൽ കേരളത്തിലെ വരുമാനം, കേരളത്തിന്റെ പൊതുവെയുള്ള വരുമാനം 3.64 ലക്ഷം കോടിയായിരുന്നു. 3.64 ലക്ഷം കോടി. ആ ഗവൺമെന്റ് പോകുമ്പോൾ അത് 5.62 ലക്ഷം കോടിയായി. അതിപ്പോ 12 അത് കഴിഞ്ഞ വർഷത്തെയാണ്. 2025 മാർച്ച് 31 കണക്ക് പ്രകാരം 12.49 ലക്ഷം കോടിയായി. അതായത് നമ്മുടെ വരുമാനം നേരത്തെ ഉള്ളതിൽ നിന്നും 3-3.5 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. ഈ കോവിഡ്, പ്രളയം അടക്കം വലിയ ദുരന്ത സാഹചര്യം ഉണ്ടാകുമ്പോഴും വലിയ ഭീമമായിട്ടുള്ള വർധന, ഇരട്ടിയോളം കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിനെ താരതമ്യപ്പെടുത്തുമ്പോൾ തന്നെ ഇരട്ടിയോളം വർധനവ്. 2 ഗവൺമെന്റിനെ താരതമ്യപ്പെടുത്തി 3 ഗവൺമെന്റിനെ താരതമ്യപ്പെടുത്തിയാൽ 3.5 ഇരട്ടിയോളം വരുമാനം വർദ്ധിച്ചിരിക്കുന്നു. കടവും വർദ്ധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിന്റെ ചരിത്രം ആദ്യ ഗവൺമെന്റ് മുതൽ എടുത്തു നോക്കിയാൽ ഓരോ 5 വർഷം കൂടുമ്പോഴും കടം ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്ന സാഹചര്യം തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോ 2010-11 കേരളത്തിന്റെ കടം 78,673 കോടിയായിരുന്നു. 5 വർഷം കഴിഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാർ പോകുമ്പോൾ അത് 1,57,370 കോടിയായി. അതായത് വർധനവ് തന്നെ 78,674 കോടി. അതായത് 100% വർധനവാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. ഇരട്ടിയായിട്ട് മാറി. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം അവസാനം 2016-17 മുതൽ 2020-21 വരെ ആദ്യത്തെ 5 വർഷം എടുത്ത് പരിശോധിച്ചാൽ 59.23% കടമാണ് വർദ്ധിച്ചിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലം കൃത്യമായി കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 45.66% വർധനവ്. അതായത് ഓരോ 5 വർഷവും ഇരട്ടിയായിട്ട് മാറും. 100% വർധനവ് എന്ന കടത്തിന്റെ തോത് അത് 59%-ലേക്കും 50%-ലേക്കും ചുരുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വസ്തുതയാണ്. അതുകൊണ്ട് ധവളപത്രത്തിന്റെ എല്ലാ കണക്കുകളെയും ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല. പക്ഷേ എന്തായാലും ഇത് പുറത്തിറക്കിയത് നന്നായി. കാരണം വസ്തുതകൾ കുറച്ചെങ്കിലും അവർ തന്നെ പ്രചരിപ്പിച്ചത് തെറ്റാണ് എന്നും യഥാർത്ഥ വസ്തു